കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ സ്പീക്ക് ചെയ്യുന്ന പാർട്ടും അതേപോലെ നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്ന പാർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രോജക്റ്റിൻ്റെ ഒരു ഓൾ പ്രോജക്റ്റ് ഫുള്ളായിട്ട് നമ്മൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പാർട്ട് എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്തു, റെക്കഗ്നൈസ് ചെയ്തു, അതിനെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് നമുക്ക് വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരാണ്ട് അതിനുള്ള റിപ്ലൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സിസ്റ്റം നമുക്ക് റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന് റെസ്പോണ്ട് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ ഫംഗ്ഷൻ നമ്മൾ എഴുതി, രണ്ടാമത്തെ ഫംഗ്ഷൻ ലിസൺ നമ്മൾ എഴുതി, മൂന്നാമത്തെ ഫംഗ്ഷൻ ഇനി നമ്മൾ എഴുതാൻ പോവാണ് ഡെഫ് എക്സിക്യൂട്ട് കമാൻഡ്, അല്ലെങ്കിൽ എന്താ പറയുക പ്രോസസ് കമാൻഡ് എന്തെങ്കിലും കൊടുക്കാം. എക്സിക്യൂട്ട് കമാൻഡ് അല്ലെങ്കിൽ റിപ്ലൈ എന്ന് കൊടുക്കാം നമുക്ക് അല്ലേ, റിപ്ലൈ. ഓക്കെ, എന്താണ് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് എന്ത് ചെയ്യുക, റിപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് റിപ്ലൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് ഒരു കമാൻഡ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ തരണം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുകയാണ്, നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ നെയിം അല്ലേ. ഓക്കെ, ഇഫ് വാട്ട് ഈസ് യുവർ നെയിം അല്ലെങ്കിൽ യുവർ നെയിം എന്ന് കൊടുക്കാം നമുക്ക് അല്ലേ. യുവർ നെയിം ഇൻ കമാൻഡ്, അഥവാ ഈ കമാൻഡിൽ ഇപ്പോൾ എല്ലാം ഉണ്ടാവും. അഥവാ നമ്മളിപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞാൽ ഫുൾ ടെക്സ്റ്റ് ഈ കമാൻഡിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ യുവർ നെയിം ആ കമാൻഡിൽ ഉണ്ടെങ്കിൽ, ഇൻ കമാൻഡ് തരുമ്പോൾ കമാൻഡിൽ ഇത് ഉണ്ടെങ്കിൽ എന്നാണ് അർത്ഥം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് സ്പീക്ക് ചെയ്ത് തരണം. സ്പീക്ക് എന്താണ്, മൈ നെയിം ഈസ് വോയിസ് കമാൻഡ്. അത് പറഞ്ഞു തരാണ്, എൻ്റെ നെയിം എന്താണ്, വോയിസ് കമാൻഡാണ്. ഇനി അല്ല, നമ്മൾ പറഞ്ഞതിൽ നെയിം ഇല്ല, നമ്മൾ നെയിം അല്ല ചോദിച്ചതെന്ന് വിചാരിച്ചോളി. അപ്പോൾ നമുക്ക് ഹൗ ആർ യു എന്നാണ് ചോദിച്ചതെന്ന് വിചാരിച്ചോളി. അപ്പോൾ ഇൻ കമാൻഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് തിരിച്ച് സ്പീക്ക് ചെയ്യേണ്ടത് എന്താണ്, ഐ ആം ഫൈൻ അല്ലേ. ഓക്കെ, ഐ ആം ഫൈൻ, വാട്ട് അബൌട്ട് യു, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ളതുകൊണ്ട് കൊടുക്കേണ്ടതിന്. പിന്നെ അടുത്തത് അതുമല്ല, നമ്മളോട് കാൽക്കുലേറ്റർ ആണ് ചോദിച്ചതെന്ന് വിചാരിച്ചോളി. അപ്പോൾ കാൽക്കുലേറ്റർ ആണെങ്കിൽ എന്താ പറയുക, കാൽക്കുലേറ്റർ ഇൻ കമാൻഡിൽ അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീക്ക് ചെയ്യാം. ഓപ്പണിങ് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരികയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ് പ്രോസസ് അല്ലേ, സബ് പ്രോസസ് ഡോട്ട് പി ഓപ്പൺ ആവും. അതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓപ്പൺ, അതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കണം കേട്ടോ. പി ഓപ്പൺ എന്നുള്ള കമാൻഡാണ്. പിന്നെ അതിൻ്റെ ഓപ്ഷൻ പറഞ്ഞാൽ -a, അത് ക്ലോസ് ചെയ്യാം, -a. പിന്നെ നമുക്ക് കാൽക്കുലേറ്റർ അല്ലേ, കാൽക്കുലേറ്റർ എന്നുള്ള ഇതാണ് നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ സബ് പ്രോസസ് തന്നെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ. നമുക്ക് നമ്മളെ സിസ്റ്റത്തിലുള്ള എല്ലാ ആപ്ലിക്കേഷനും, നമുക്ക് പല ആപ്ലിക്കേഷൻസും നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് പി ഓപ്പൺ. ഓക്കെ, പല ലാംഗ്വേജിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ പൈത്തണിൽ പി ഓപ്പൺ എന്നുള്ളതാണ് നമ്മൾ വരുന്നത്. പിന്നെ അടുത്ത എന്താണ്, നമ്മൾ ബ്രൗസർ നോക്കാം അല്ലേ. ബ്രൗസർ ഇൻ കമാൻഡിൽ ബ്രൗസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബ്രൗസർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വെബ് ബ്രൗസർ ഡോട്ട് ഓപ്പൺ. ഓക്കെ, ഓപ്പൺ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ https എന്ന് കൊടുക്കട്ടോ, www.google.com. ഓക്കെ, നമ്മളൊരു URL കൊടുത്തു എന്ന് മാത്രം, നിങ്ങൾക്ക് ഏത് പേരും കൊടുക്കാം. വെബ് ബ്രൗസർ ഡോട്ട് ഓപ്പൺ എന്ന ഫംഗ്ഷൻ ഒരു URL നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള എന്താണ്, ഫംഗ്ഷനാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരു വർക്കൗട്ടായിട്ട് പറയുന്നത് ഇതിൽ ടൈം എന്ന് ചോദിക്കുക. ടൈമിൻ്റെ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഞാൻ പറയുന്നില്ല, ഡേറ്റ് ടൈം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ടൈം എന്ന് കൊടുക്കുക. എലിഫ് ടൈം ഇൻ കമാൻഡ് എന്ന് പറഞ്ഞാണ്ട് നമുക്ക് ടൈം എത്രയാണെന്നുള്ളത് നമുക്ക് സ്പീക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു കണ്ടീഷനും കൂടി നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യട്ടോ. നിങ്ങൾക്കുള്ള ടാസ്ക്കാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രൗസർ, കാൽക്കുലേറ്റർ, വാട്ട് ഈസ് യുവർ നെയിം, ഹൗ ആർ യു, ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ കൊടുത്തത്. റിപ്ലൈയിൽ നമുക്ക് റിപ്ലൈ തരാണ്. ഇനി നമ്മൾ ഒന്നും കൂടി കൊടുക്കണം, എക്സിറ്റ് ചെയ്യാനുള്ള അല്ലേ. അപ്പോൾ എക്സിറ്റ് ഇൻ കമാൻഡ് അത് നമ്മൾ കൊടുത്തിട്ടില്ല.
അപ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് സ്പീക്ക് ചെയ്യുകയാണ്, ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ സ്പീക്ക് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ. ഓക്കെ, ഗുഡ് ബൈ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ എക്സിറ്റ് എന്ന് പറഞ്ഞ ഇതും കൂടി കൊടുക്കുക. എക്സിറ്റ്, ഗുഡ് ബൈ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിറ്റ് എന്ന് പറഞ്ഞതും കൂടി കൊടുക്കുക. അതിൽ എനിക്ക് കമാൻഡിൽ എക്സിറ്റ് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ഗുഡ് ബൈ പറയുക, പിന്നെ എക്സിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞത്. ഇതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വോയിസ് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൽ സ്പീക്ക് ചെയ്യാനുള്ള സംഭവം നമ്മൾ കൊടുത്തു, ലിസണിങ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും കമാൻഡ് പറഞ്ഞിട്ട് അതിന് തിരിച്ച് റിപ്ലൈ ചെയ്യാനുള്ള ഫംഗ്ഷനും നമ്മൾ കൊടുത്തു. ഇനി ടൈമിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ചെയ്യണം. അതിൽ ടൈം എത്രയെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, ടൈം ഇത്രയാണെന്നുള്ളത് പറയാം, ഡേറ്റ് ടൈമിൻ്റെ കേട്ടോ. അത് നിങ്ങൾ ടാസ്ക്കായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കിട്ടുന്നില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എന്തായാലും നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ടെർമിനൽ എടുക്കുക, ന്യൂ ടെർമിനലിൽ നമുക്ക് എന്ത് ചെയ്യുക, പൈത്തൺ 3 എക്സിക്യൂട്ട് ചെയ്യല്ലേ, പൈത്തൺ 3 വോയിസ് അണ്ടർസ്കോർ റെക്കഗ്നിഷൻ അല്ലേ, അങ്ങനെയാണ് നമ്മൾ കൊടുത്തുക്കണ പേര് കേട്ടോ. ഓക്കെ, നോക്കാം, എന്തോ പേരിൽ വ്യത്യാസമുണ്ട്. പൈത്തൺ ആട്ടോ, പൈത്തിനല്ല, പൈത്തൺ. ഓക്കെ, പൈത്തൺ വോയിസ് റെക്കഗ്നിഷൻ. ഓക്കെ, നോക്കാം. Hi Ume, how are you? വാട്ട് ഈസ് യുവർ നെയിം? My name is Voice Command. പറഞ്ഞില്ലേ, വോയിസ് കമാൻഡ്. മൈ നെയിം ഈസ് വോയിസ് കമാൻഡ്. റിപ്ലൈ ചെയ്തു കേട്ടോ. ഹൗ ആർ യു? I am fine. What about you? ഐ ആം ഫൈൻ. ഓക്കെ, കാൽക്കുലേറ്റർ. Open calculator. കാൽക്കുലേറ്റർ ഓപ്പൺ ആയി. ബ്രൗസർ. Open calculator. ബ്രൗസർ ഓപ്പൺ ആയി. ഓക്കെ, ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ്. എക്സിറ്റ് ചെയ്യാം നമ്മൾ. എക്സിറ്റ്. Goodbye. ആണോ, ഗുഡ് ബൈ. എക്സിറ്റ് അടിച്ചാൽ ഗുഡ് ബൈ. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കറക്റ്റ് ആയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ആയിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പ്രോജക്റ്റ് എന്തായാലും നമ്മൾ ചെയ്ത് നോക്കണം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മൊബൈൽ ആപ്പിലും പല കാര്യങ്ങളും നമുക്കത് ആവശ്യമുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സ്ലോ ആയിട്ട് സമാധാനമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്താൽ മതി. നേരെ കോഡൊന്നും കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ നോക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3 പാർട്ടായിട്ടൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും വർക്കൗട്ട് ചെയ്യുക, ഔട്ട്പുട്ട് കിട്ടും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ടോപ്പിക്ക് നമുക്ക് നല്ലൊരു അടിപൊളി പ്രോജക്റ്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.